ഈ തലയാട്ടി കളിക്കുന്നത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മൂർഖൻ കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ രസവുമുണ്ട്, കാണാൻ ത്രില്ലുമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇത് പറമ്പിൽ നിന്ന് കിട്ടിയ അനാഥമായ അമ്മയിട്ടെറിഞ്ഞുപോയ 14 മുട്ടകളെ എടുത്ത് അമ്മച്ചൂടേൽക്കാതെ വിരിയിച്ച് നാടിനു വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ചെയ്ത നന്മ പ്രവൃത്തിയെന്ന് പറഞ്ഞാൽ വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ അമ്മച്ചൂടേറ്റില്ല, വിരിഞ്ഞത് 14 മൂർഖൻ കുഞ്ഞുങ്ങൾ എന്ന ക്യാപ്ഷനോടെ ഈ വീഡിയോ പുറത്തിറങ്ങുന്നത്. അതിൽ ഈ മൂർഖക്കുട്ടികളാകട്ടെ പത്തി വിടർത്തി തലയാട്ടുന്നു, പരസ്പരം കൊത്തുന്നു, ഇഴഞ്ഞു നീങ്ങുന്നു. പിന്നെ മുട്ട പൊട്ടി ആ കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നതും അതിനെ വളരെ ശ്രദ്ധയോടെ സ്നേക്ക് മാസ്റ്റർ അണ്ണൻ ബക്കറ്റിൽ നിന്നും ബക്കറ്റിലേക്ക് മാറ്റുന്നതൊക്കെ കാണിക്കുന്നു. ഹോ, ഭയങ്കരം തന്നെ അണ്ണ എന്ന കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിറയുമ്പോഴും ഈ അണ്ണനെ അല്ലെങ്കിൽ ഈ അണ്ണൻ്റെ പ്രവൃത്തിക്ക് വമ്പൻ പൊങ്കാലയും നിറയുകയാണ്. അതിലെ ചില കമൻസുകൾ ഇങ്ങനെയാണ്: പിന്നെ ഈ ചെയ്തത് വലിയ കാര്യമായിപ്പോയി, എന്നിട്ട് ഇതുങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം വീടുകളിൽ തന്നെ വളർത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ കടിയേറ്റ് എത്ര ജീവനുകളാണ് പൊലിയുന്നത്. ഇനി മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിൻ്റെ അടുത്ത പറമ്പിൽ കണ്ടിരുന്നു ഒരു 8 എണ്ണത്തെ. ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് മുകളിൽ ചകിരിയിട്ട് പെട്രോൾ ഒഴിച്ച് ഒരു 10 മിനിറ്റ് എല്ലാം ഫിനിഷ് നേരെ കുഴിച്ചിട്ടു. ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. ഇപ്പോൾ അവിടെ പുല്ലൊക്കെ വളർന്നു സെറ്റായി, വർഷം കുറച്ചായി. അതിനുശേഷം അണലി, മൂർഖൻ, മലമ്പാമ്പ് ഇന്നേ വരെ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടപ്പോൾ ഇതൊന്നും ജീവനോടെ ഇരുന്നിട്ടില്ല എന്നും എവിടെ കണ്ടാൽ പൂശുമെന്നും കമൻറ്റുകൾ വരുന്നു. ഇനി മറ്റൊന്നിങ്ങനെയാണ്: ഇതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണമെന്നും ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ലെന്നും അതുകൊണ്ട് തന്നെ സഹജീവികളില്ലാണ്ട് മനുഷ്യനിവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അനുകൂലിച്ചും കമൻറ്റുകൾ നിറയുകയാണ്. ഇതൊരു ബിസിനസ്സെന്നും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ പോലെ തന്നെ പാമ്പിൻ വിഷത്തിനെതിരെയുള്ള കോടികളുടെ വാക്സിൻ ബിസിനസ്സാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്നും ചിലർ പറഞ്ഞു വയ്ക്കുന്നു. ഇവറ്റകളൊക്കെ വളർത്തുന്നത് കോടികൾ കൊയ്യാനുള്ള മരുന്ന് മാഫിയയുടെ കളികളെന്നും പാമ്പ് കടിച്ചാലല്ലേ വാക്സിൻ എടുക്കാൻ കഴിയുള്ളൂ എന്നും എങ്കിലല്ലേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ആൻറ്റിവനം വാങ്ങാൻ കഴിയുകയുള്ളൂ എന്നും ചിലർ ഓർത്തുവെക്കുന്നു. വിരിയിപ്പിച്ച് അണ്ണൻ സ്വന്തം വീട്ടിൽ തന്നെ വളർത്തിക്കുക, അപ്പോൾ പിന്നെ താമസിയാതെ അണ്ണന് തന്നെ പണി കിട്ടുമെന്നൊക്കെ കമൻറ്റുകൾ നിറയുകയാണ്. സംഗതി എന്തു തന്നെയായാലും ഡേഞ്ചർ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ: പാമ്പുകളുടെ ഇണചേരൽ കാലമാണ് ഇപ്പോൾ. സാധാരണഗതിയിൽ ജനവാസ മേഖലകളിൽ സുരക്ഷിതരായി ജീവിക്കുന്നവരാണ് പാമ്പുകൾ. എന്നാൽ ഇണയെ തേടിയുള്ള യാത്രകളിൽ മുന്നിൽപ്പെടാനും കടിയേൽക്കാനും ഒക്കെ സാധ്യതയും ഏറെയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇണചേരൽ കാലമാണ്. അതുകൊണ്ട് തന്നെ സാധാരണയ്ക്ക് വിപരീതമായി ഈ കാലയളവിൽ പാമ്പുകൾ പതിവിലധികം രൂക്ഷ സ്വഭാവമൊക്കെ കാട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പുകളെ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ഇത്തരം വീഡിയോകൾ പുറത്തിറക്കുന്നത് ജനങ്ങൾ ഏറെ പ്രതികരണം നൽകുന്നു. ആ പ്രതികരണത്തിന് കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ ജീവനാണ് ഇവർ വില കൽപ്പിക്കുന്നത്. ഇത്തരത്തിൽ മൂർഖം കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് വളർത്തി അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ജീവൻ ആപത്താണ് എന്ന് തന്നെയാണ് ഇതിൽ അനേകം കമൻറ്റുകൾ നിറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവൻ അപകടമാകുന്നതൊന്നും തന്നെ മനുഷ്യൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് ഇത്തരം വീഡിയോകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്.